നമ്മുടെ കഥയിലെ നായികയായ ബീബാത്തു ഉസ്മാൻ്റെ അടുത്തേക്ക് നടന്നു നീക്കുകയാണ്. അവൾ ജോലിക്ക് പോകാൻ വേണ്ടി തയ്യാറായി പുറത്തേക്ക് പോവുകയാണ്. ഹായ്, എന്തൊക്കെയുണ്ട് ഉസ്മാനെ? സുഖം തന്നെയാണോ? ഉസ്മാൻ: അതെ, സുഖം തന്നെ. അപ്പോഴായിരുന്നു നമ്മുടെ ശാന്തേച്ചി കടന്നു വരുന്നത്. അവർ പറയുന്നു, ഈ ഒറ്റപ്പെട്ട ജീവിതത്തിൽ 2 നായ്ക്കുട്ടികളുള്ളത് തന്നെ വലിയ കാര്യമാണ്. അങ്ങനെ നമ്മുടെ ബീബാത്തു ബായ് എന്നൊക്കെ പറഞ്ഞ് പോവുകയാണ്. അതിനുശേഷം ഉസ്മാൻ രോഗബാധിതയായ തൻ്റെ അമ്മയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അതിനുശേഷം ഉസ്മാൻ മാതാവിനോട് ഇങ്ങനെ സംസാരിക്കുന്നു: ഇന്നത്തെ ദിവസത്തെപ്പറ്റി എന്ത് പറയാനാണ്? സത്യം പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. അയൽക്കാരൊക്കെ ഓരോരോ തരത്തിലാണ്. ഞാൻ എൻ്റെ ബീബാത്തുവിനെ മാത്രമാണ് എപ്പോഴും ശ്രദ്ധിക്കുന്നത്. ഞാൻ എൻ്റെ പരമാവധി അതിനുവേണ്ടി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാൾ ഇത് വളരെ പ്രയാസമായി തോന്നുന്നു. അമ്മ അതോർത്ത് വിഷമിക്കേണ്ട, ഞാൻ എല്ലാം ഒന്ന് ആലോചിക്കട്ടെ. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് നമ്മുടെ ഓണറായ കാട്ടിലമീത് നമ്മുടെ ഉസ്മാനെയും കാത്ത് അവിടെ നിൽക്കുന്നത് കണ്ടത്. ഉസ്മാനോട് പറഞ്ഞു, തനിക്ക് തോന്നിയ പോലെ പോയി വരാനുള്ളതല്ല ഈ സ്ഥാപനം. സമയബന്ധിതമായി പണിയെടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം നീ ഇവിടെ ജോലി ചെയ്താൽ മതി. തനിക്കെപ്പോഴും പല കാരണങ്ങളുണ്ട് വൈകി വരാൻ. ഇന്നലെ റേഡിയോ ഓണായില്ല, ഇന്ന് അമ്മയെ കാണാൻ പോയി. ഇതൊന്നും ഇവിടെ ഞാൻ വെച്ച് പൊറപ്പിക്കില്ല. അതേസമയം നമ്മുടെ ശാന്തേച്ചി ഓടി വന്നുകൊണ്ട് ഉസ്മാനോട് ചോദിക്കുന്നു, എൻ്റെ നായ്ക്കുട്ടികളൊന്ന് നോക്കാമോ എന്ന്. യെസ് എന്ന്